ഹായ് ഫ്രണ്ട്സ്, ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് സിയാനിലാണ്. അപ്പോൾ സിയാനിൽ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്താണ് നമ്മളുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡോമിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വേറൊരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തിയേക്കുകയാണ്. നമ്മൾ കോൺട്രാക്റ്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തു. അപ്പോൾ ഒരു 3 BHK ആണ് നമ്മൾ എടുത്തേക്കണത്. അതിൽ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഏരിയ ഒക്കെ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമ്മൾ റൂമിൽ പോയിട്ടുള്ള വിഷ്വൽസ് കാണാം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസ് വരുന്നത്. ഫുൾ ടൈം സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾക്ക് ഒന്നിലാച്ച ഫേസ് കാണിച്ചിട്ട് നമുക്ക് ഡോർ തുറക്കാം, അല്ലെങ്കിൽ നമുക്ക് കാർഡ് യൂസ് ചെയ്തിട്ട് ഡോർ തുറന്നിട്ട് കയറാം. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ അപ്പുറത്തും കുറേ അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് മൊത്തം ഫുഡിൻ്റെ ഏരിയാസാണ്. അവിടേക്കൊക്കെ ഫുള്ള് ഫുഡിൻ്റെ ഏരിയാസാണ് വരുന്നത്. അതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനോട്ടുള്ള എൻട്രൻസ് ഗേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ ബിൽഡിങ്. അപ്പോൾ ഇവിടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറേ ഇതേപോലത്തെ ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്ന സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ചാങ്ഫങ് യുവാനാണ്. അപ്പോൾ ചാങ്ഫങ് യുവാനിൽ നമ്മൾ 16th ബിൽഡിങ്ങാണ് എടുത്തേക്കണത്. ഇവിടെ ഡോൺ ഒരു പട്ടിക്കുട്ടീനെയും കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു കൊച്ചെറുക്കനും ഒരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് നമ്മുടെ ഡോമിൽ നിന്നും ഏകദേശം ഒരു 2.5-3 കിലോമീറ്റർ ഉള്ളൂ. 10 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ബസ്സിലും പോവാം, സൈക്കിൾ അങ്ങനെയൊക്കെ ആയിട്ടും നമുക്ക് പോവാം. അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡോമിൽ നിന്ന് ഇവിടേക്ക് മാറുന്നതിൻ്റെ മെയിനായിട്ട് ഇപ്പോൾ ഫൈനൽ ഇയർ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയമായി. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറി അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഇതിലേക്ക് കയറി നമ്മള് ലിഫ്റ്റിൽ കയറിയൊക്കെയാണ്. ലിഫ്റ്റിൽ നമ്മുടെ 21st ഫ്ലോറാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വരുന്നത്. മൊത്തം 28 ഫ്ലോർ ഉണ്ട്. 28th ഫ്ലോറിൽ നമ്മുടെ ഒരു ഇറാഖി ഫ്രണ്ട് താമസിക്കുന്നുണ്ട്, സുഫിയാൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ഇവിടെ ഡോൺ ഉണ്ട്. ഡോൺ എക്സൈറ്റഡ് ആണോ അപ്പാർട്ട്മെന്റിലോട്ട് മാറുന്നതിൽ? പുതിയ വീട്, പുതിയ ലൈഫ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോറ് സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ന്യൂ ഇയറിന്റെ സാധനമൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ചൈനീസുകാരുടെ അപ്പാർട്ട്മെന്റ് ആണല്ലോ ഇതുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ലോക്ക് പാസ്വേഡ് അടിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിന്റെ ഉള്ളിലേക്ക് കയറിയേക്കുകയാണ്. ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് നമുക്ക്, പിന്നെ ഒരു വലിയ മിറർ ഉണ്ട്. ഹേയോ, പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കൗച്ചൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ടേബിള്, പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. ഡോണിന്റെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഡോണിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ് ആവാൻ പോകാനല്ലേ. 2 മാസത്തിനുള്ളിൽ റെഡി ആവുന്നല്ലേ പറയുന്നത്? 3 മാസം. ഡോൺ ഒരു ഏകദേശം 2 വർഷമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്, ഒരു മാറ്റമില്ല. അപ്പൊ പിന്നെ ഒരു ഹീറ്ററിന്റെ സംഭവം ഉണ്ട്, TV ഉണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിലേക്കും എല്ലാ സാധനങ്ങളും, ഇത് ഹോട്ട് വാട്ടറിന്റെ സാധനം, പിന്നെ ഗ്യാസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് കോമൺ വാഷ്റൂമാണ് വരുന്നത്. കോമൺ വാഷ്റൂം ഇവിടെ, ഇതാണ് കോമൺ വാഷ്റൂം വരുന്നത്. ഇവിടെയും ഹീറ്ററിൻ്റെ വിൻ്ററൊക്കെ ആയി കഴിഞ്ഞാൽ ഈ ഹീറ്റർ ഇവർ ഓണാക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം പോലത്തെ റൂം വരുന്നത്. ഇതാണ് ഞാൻ എടുത്തേക്കണ റൂം. പിന്നെ ഇവിടെ നിന്ന് ശേഷം ഈ റൂമിലോട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം വരുന്നുണ്ട്. പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ സൈഡിലോട്ട് വിൻഡോൻ്റെ ഒരു വ്യൂ വരുന്നുണ്ട്. നമുക്ക് നേരെ പുറത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ വരുന്നു. പിന്നെ അതിന് ശേഷം ഈ റൂം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ റൂം പോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനും ഒരു സ്റ്റഡി ടേബിൾ പോലെ ഉണ്ട്. ചെറിയൊരു ബെഡും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു സ്റ്റഡി ഏരിയ പ്ലസ് സ്റ്റോർ റൂം പോലെ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ വരുന്നത്. ഇങ്ങനെ എല്ലാ റൂമൊന്നും വ്യൂ ഉണ്ട്. പിന്നെ അതിനുശേഷം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡോണിൻ്റെ റൂം. ഡോണിൻ്റെ റൂമിലും ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവിടെ ഡോണിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഡോണിനൊരു മേക്കപ്പിൻ്റെ സാധനമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ബാൽക്കണി. ഇവിടെ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീനും സാധനമൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ വാഷിംഗ് മെഷീൻ്റെ ലോണ്ടറി ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രസ്സ് തൂക്കിയിടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ വ്യൂ കാണാം.
ഇവിടെ അപ്പാർട്ട്മെന്റ് എടുക്കുമ്പോൾ ചൈനയിൽ നമ്മളൊരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഒരുവിധ എല്ലാ അപ്പാർട്ട്മെന്റും വരുന്നത് ഫുള്ളി ഫർണിഷ്ഡ് തന്നെ ആയിരിക്കും. കൗച്ച് ഉണ്ടാവും, ടി വി ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടാവും, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾക്ക് തരും. അതിനുശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ടി വി, ഒരു ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കാം. നമുക്ക് റീപ്ലേസ് ചെയ്താൽ കുഴപ്പമില്ല. ഒരു ഫ്രിഡ്ജ് ആണെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഫ്രിഡ്ജ് തന്നെ നമുക്ക് മാറ്റണമെങ്കിൽ ഫ്രിഡ്ജ് മാറ്റണമെങ്കിൽ മാറ്റാം. അങ്ങനെ അവരെന്താണോ തന്നേക്കുന്നത് അതേ സാധനമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ചൈനയിൽ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനൊക്കെയാണ് ഉള്ളത്. മെയിനായിട്ടൊന്ന് ഓൺലൈനിൽ കൂടി എടുക്കാം, പിന്നെ ഏജൻസി കുറച്ച് പേരുണ്ടാവും, ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ട്രസ്റ്റബിൾ ഏജൻസി കുറേ ഉണ്ട് ഇവിടെ. പിന്നെ നേരെ വരുന്നത് നമ്മുടെ ആപ്പ് ത്രൂ ഉള്ളതാണ്. നമ്മൾ ആദ്യം ഒരു ഏജന്റ് ത്രൂ ആണ് നോക്കിയത്, പക്ഷെ നമുക്കത് ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ നമ്മൾ ഈ ആപ്പ് ത്രൂ കാര്യങ്ങളൊക്കെ നോക്കി. 2 ആപ്പാണ് മെയിനായിട്ട് വരുന്നത്, ലിയാൻജിയ എന്ന് പറഞ്ഞ ഒരു ആപ്പും ദയോ എന്ന് പറഞ്ഞ ഒരു ആപ്പും. അപ്പോൾ നമ്മൾ ഈ ആപ്പ് കൂടെ ബുക്ക് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ നമ്മുടെ അപ്പാർട്ട്മെന്റ് റേറ്റിന്റെ എക്സ്ട്രാ ഒരു 10% കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും അവർ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ ഒരു ബൾബ് പൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സർവീസ് 24/7 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഒരാളെ വിളിച്ചിട്ട് എപ്പോഴും നമ്മൾ ലാൻഡ് ലോഡിനെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്പ് കൂടെ ബുക്ക് ചെയ്യണതിന്റെ മെയിൻ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 പ്രാവശ്യം ക്ലീനിങ് വരുന്നുണ്ട്. അതായത് നമ്മൾ മൂവ് ചെയ്യണായിട്ട് മുന്നേ ഇവർ ഫുൾ ക്ലീൻ ചെയ്യും, ഒരു ഡീപ്പ് ക്ലീനിങ് മൊത്തം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ സാധനങ്ങൾ എടുത്തിട്ട് നേരെ ഇവിടേക്ക് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സെഷൻ ക്ലീനിങ് വരുന്നത് നമ്മൾ ചെക്കൗട്ട് ചെയ്യണ സമയത്ത്. അപ്പോൾ നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കുമ്പോൾ നമ്മൾ വേറൊരു പൈസ കൊടുത്തിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് 2 പ്ലസ് സൈഡാണ്. പിന്നെ പറഞ്ഞ പോലെ എന്ത് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാര്യങ്ങളൊക്കെ. ഇതേപോലത്തെ സാധനം നാട്ടിലുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ വരികയാണെന്ന് വെച്ചാൽ ഓൺലൈൻ ആപ്പൊക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ട്രസ്റ്റബിൾ ആണ്. ആ ഒരു കമ്പനി അത്രയും നല്ലൊരു കമ്പനീനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. വെറുതെ കുറെ ഏജൻസിന്റെ ഇതായിട്ടും അങ്ങനെ പ്രശ്നങ്ങളില്ല. ഇല്ലെങ്കിൽ നമ്മൾ ലാൻഡ് ലോഡായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു ആപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ നമ്മുടെ കംപ്ലൈൻറ്റ്സ് ഒക്കെ ആപ്പിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ഡോൺ എന്താണ് പറയാനുള്ളത്? പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എത്തി. ഇനി എന്താണ് ഡോണിന് പറയാനുള്ളത്? ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. നമ്മുടെ അപ്പാർട്ട്മെന്റ് ക്ലീൻ ആണ്, സ്പേഷ്യസും ആണ്, പിന്നെ നല്ല നല്ല ആംബിയൻസ് ആണ് ഇവിടെ കമ്പയറിങ് ടു ഡോം വെച്ച് നോക്കുമ്പോൾ. ഡോമിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 7th ഫ്ലോറിലാണ്, ലിഫ്റ്റ് ഇല്ല, നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങണം. അത് ചീത്തയാന്നല്ല, നല്ലതാണ്. പക്ഷെ നമ്മൾ പറയട്ടെ, പെട്ടെന്ന് ഒരു ഹറി അല്ലെങ്കിൽ ഒരു തിരക്ക് വന്ന് അപ്പോൾ സ്റ്റെപ്സ് കയറി ഇറങ്ങാൻ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്സ് എപ്പോൾ ഒക്കെ അതിന് കയറി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കാര്യം താഴത്തേക്ക് തന്നെ പോകണം. ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ലോണ്ട്രി ഒക്കെ, വാഷിംഗ് മെഷീനൊക്കെ ലോണ്ട്രി ഇടാൻ വേണ്ടി ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നല്ല ഇൻകൺവീനിയൻ്റ് ആണ് ഒരു വിധത്തിൽ ഡോം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രൈവസി ഇപ്പോൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കൊന്ന് മാറിയിരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റൂമിൽ പോകാൻ പറ്റും. ഇപ്പോൾ ഡോമിലൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും ഒരു പ്രൈവറ്റ് സ്പേസ് നമുക്ക് കുറവാണ്. പിന്നെ പഠിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് റൂമിൽ നിന്നൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അതാണ്. പിന്നെ ഓവറോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ ജൂനിയേഴ്സ് ആയിരുന്നപ്പോൾ ഞങ്ങൾ ആദ്യം ചൈനയിൽ ഷിയാൻജാത്തോങ്ങിൽ വന്നപ്പോൾ ഞങ്ങൾ വേറെ ക്യാമ്പസിലായിരുന്നു ആദ്യം ഫസ്റ്റ് ഇയർ ഞങ്ങൾ നിന്നിരുന്നത്. ഇപ്പോഴത്തെ ജൂനിയേഴ്സും അതെ, അവർ വേറെ ക്യാമ്പസിലാണ് നിൽക്കണം. പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ തൊട്ടാണ് അവർ മെഡിക്കൽ സ്റ്റുഡൻസ് ജൂനിയേഴ്സ് മെഡിക്കൽ ക്യാമ്പസിലോട്ട് വരുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ നമുക്ക് ചൈനീസ് ആണ് പഠിക്കാനുള്ളത്. ചൈനീസ് നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യം. കാരണം നമ്മൾ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയർ മൊത്തം ചൈനീസ് ആയിരിക്കും. അപ്പോൾ ആ ചൈനീസ് നമ്മൾ ഫസ്റ്റ് ഇയർ വേറെ ക്യാമ്പസിലായിരിക്കും. പിന്നെ സെക്കൻഡ് ഇയർ തൊട്ടിട്ടാണ് നമ്മുടെ മെഡിക്കൽ, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെം തൊട്ടിട്ട് നമുക്ക് മെഡിക്കലിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് ഇയറിൽ തൊട്ടിട്ട് നമ്മൾ യാന്ത ക്യാമ്പസ്, അതായത് നമ്മളിപ്പോൾ ഉള്ള ക്യാമ്പസിലോട്ട് നമ്മൾ മാറുക ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, അതായത് ഇനി സെക്കൻഡ് ഇയറിലോട്ട് മാറുന്ന പിള്ളേർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ഡോമിൻ്റെ ഒരു ഇത്. പിന്നെ പൈസേൻ്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം വരും. നമ്മൾ ഈ അപ്പാർട്ട്മെന്റിലോട്ട് മാറുമ്പോൾ ഡോമിനെക്കാട്ടും കുറച്ച് കൂടും, പക്ഷെ എന്നാലും പ്രശ്നമില്ല. അതായത് നമുക്ക് അത്രയും ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ തപ്പിയപ്പോൾ വേറൊരു സാധനം കിട്ടിയിട്ടോ, നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാനുള്ള വേറൊരു സാധനമുണ്ട്. ഇവിടുത്തെ മെയിൻ സംഭവമാണല്ലോ ടിക്ടോക്ക് ലൈവ് സ്ട്രീമിങ്. അപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ട് തോന്നുന്നു. എല്ലാവരും ഈ ടിക്ടോക്ക് ലൈവ് സ്ട്രീമിങ്ങും ടിക്ടോക്ക് തന്നെയാണ് ഇവിടെ. ഇനി നമുക്ക് ഇതും വെച്ചിട്ട് കുറച്ച് വീഡിയോ എടുക്കാം. ഓക്കെ, സെറ്റ്. അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്. കുറേ പൂവും സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഗാർഡൻ, ഒന്ന് പീസ്ഫുൾ ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഗാർഡൻ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഇവിടെ പിള്ളേരൊക്കെ
കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരെ ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള സാധനമുണ്ട്. നീ ഡോൺ ഊഞ്ഞാലിലേക്ക് പോകുന്നുണ്ട്. എന്താണ് ഓണ ഊഞ്ഞാല് കാണാനാണോ നീ പോണ്? ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. ഡോൺ ഊഞ്ഞാലാടുന്നുണ്ട്. നീ ചെറിയ കുട്ടിയാണോ? നീ നിന്റെ വീട്ടിലത്തെ ഏറ്റവും മൂത്ത കുട്ടിയല്ലേ? ഡോൺ ഊഞ്ഞാലാടുന്നുണ്ട്. ഡോണിന് ഇവിടുത്തെ പാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡോണിന് എന്താ സംഭവം? കപ്പലിരിക്കാണോ? കപ്പൽ മുതലാളിയാണോ നീ? കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഡോണിന്റെ ചൈനീസ് നെയിം എന്താ, ചൈനീസ് നെയിം എന്താന്ന്. ശരിക്കും ഡോണിന്റെ ഫാൻസ് ചോദിച്ചിട്ടുണ്ട് ചൈനീസ് നെയിം എന്താണ്. ഡോണിന്റെ ഫുൾ നെയിം വരുന്നത് ഡോൺ ഡേവിഡ് ആന്റണി എന്നാണ്. വലിയ പേരാ, ഡോൺ ഡേവിഡ് ആന്റണി. അപ്പോൾ ആ ആന്റണീനെയാണ് അവർ ചൈനീസ് നെയിം ആക്കിയിട്ട് അന്തോങ് നീ അതാണ് ഡോണിന്റെ ചൈനീസ് നെയിം. എൻ്റെ പേര് ലീ തോങ് അന്തോണി. അതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള ഗാർഡൻ വരുന്നത്. വയസ്സായ ഒരു അമ്മച്ചി ഇവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് ഗാർഡനിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം. ഗാർഡനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഈ ഡോൺ ഇരിക്കണ പോലെ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇരിക്കാം. നമ്മൾ പഠിച്ച സ്ട്രെസ് ആവുമ്പോൾ ഇവിടെ വന്നിട്ട് ഇരിക്കാം, റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ നമ്മൾ റൂമിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണു. ഇനി നമ്മളൊരു ഒഫീഷ്യലായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഇനിയുള്ള ബാക്കി വീഡിയോസൊക്കെ നമ്മുടെ പുതിയ വീട്ടിൽ നിന്നായിരിക്കും. പുതിയ വീട്ടിൽ നിന്നുള്ള വീഡിയോസും നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. സ്ട്രീറ്റ് ഫുഡ്സ് കണ്ടമാനമുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനിയും ചൈനയിലത്തെ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ.